ഇതുപോലെയുള്ള ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഇതിനായി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ്. സോ ക്യാൻവയിലൊരു പേജ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു കുട്ടിയുടെ പിക്ചറാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിൽ ആ പിക്ചർ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപ്പ് വെച്ചിട്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുമെന്നാണ്. സോ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. BG റിമൂവർ യൂസ് ചെയ്ത് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ശേഷം ക്രിസ്മസ് ക്യാപ്പ് എന്ന് എലമെൻറ്റ്സിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ കുറേ ക്യാപ്പുകൾ കൂടെ വരുന്നുണ്ട്, സജഷനായി വരുന്നുണ്ട്. അതിൽ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാപ്പ് എടുത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ശേഷം ഞാനൊരു ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ടാണ് സെർച്ച് ചെയ്യുന്നത്. എലമെൻറ്റ്സിൽ ക്രിസ്മസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. സോ ഞാനിവിടെ ഈ ഒരു ഇമേജാണ് ചൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യണം. സോ അതിന് മുന്നേ ഞാനത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഫിറ്റാക്കി വെക്കുകയാണ്. ശേഷം ലേയേഴ്സിൽ പോയി ഇത് ഏറ്റവും ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി, അതായത് ട്രാൻസ്പെറൻസി കുറയ്ക്കുകയാണ്. ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിന് വേണ്ടി എലമെൻറ്റ്സിൽ സെർച്ച് ചെയ്യുകയാണ്. സോ എനിക്കിവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തിട്ട് ഈ ബ്ലാക്ക് കളർ മാറ്റി വൈറ്റ് ആക്കാം. ഇവിടെ കളർ സെലക്ട് ചെയ്ത് വൈറ്റ് ആക്കുമ്പോൾ ടെക്സ്റ്റ് വൈറ്റായി വരുന്നത് കാണാം. ഒരു ബെറ്റർ എഫക്റ്റിന് വേണ്ടി ഞാനൊരു റെഡ് ഷാഡോ കൂടി ആ ഒരു ടെക്സ്റ്റിൻ്റെ പുറകെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സോ അത് സെർച്ച് ചെയ്തിട്ട് ലേയേഴ്സിൽ പോയി ഇത് ബാക്കിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്ത് നമുക്കിത് ലെയറിൽ പോയി ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാം. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ അല്പം കുറയ്ക്കുന്നുണ്ട്. ഇനിയൊരു ബൊക്കെ എഫക്റ്റും കൂടി ഞാനിവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ബൊക്കെ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ, ബൊക്കെ എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തത്. ഇത് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും പിന്നെ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ആ ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ടും വയ്ക്കുമ്പോൾ സംഗതി റെഡി. ഇതിന് ഇമേജ് സേവ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം.